ഇന്നലെ വരെ വീട്ടുമുറ്റത്തും സ്കൂൾ മുറ്റത്തും ഓടി നടന്ന കുഞ്ഞു കാലുകൾ. മണിക്കൂറുകൾക്കിപ്പുറം അവരുടെ നിശ്ചലമായ ചേതനയറ്റ കുഞ്ഞു ശരീരങ്ങൾ സ്കൂൾ മുറ്റത്തേക്കും വീട്ടുമുറ്റത്തേക്കും എത്തിച്ചപ്പോൾ ആർത്തലച്ചു കരയുകയായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം. കഴിഞ്ഞ ദിവസം പതിവ് പോലെ സ്കൂളിലേക്ക് പോയ കോട്ടയം കരിമാൻതോട്ടിലെ 8ഉം 4ഉം വയസ്സുള്ള 2 കുട്ടികൾ. അവർ വൈകിട്ട് സ്കൂൾ വിട്ട് വീട്ടിൽ തിരിച്ചെത്തിയത് നാടിനെ തന്നെ നിശ്ചലമാക്കിയായിരുന്നു. ഓട്ടോറിക്ഷയിലായിരുന്നു 8 വയസ്സുകാരി ആദിലക്ഷ്മിയും 4 വയസ്സുകാരൻ യദുകൃഷ്ണയും അടക്കം 6 കുട്ടികളും ഡ്രൈവറും ഒരു കുട്ടിയുടെ അമ്മയുമടക്കം 8 പേർ സ്കൂളിലേക്ക് പോയിരുന്നത്. എന്നാൽ സ്കൂളിൽ പോയി തിരിച്ചു മടങ്ങും വഴി റോഡിൽ പത്തി വിടർത്തി നിൽക്കുന്ന പാമ്പിനെ കണ്ടതോടെ പെട്ടെന്ന് ഡ്രൈവർ വാഹനം വെട്ടിച്ചതോടെ ഓട്ടോറിക്ഷ മറിഞ്ഞു വീണത് സമീപത്തെ തോട്ടിലേക്കായിരുന്നു. പിന്നാലെ സംഭവിച്ചത് നാടിനെ നടുക്കിയ ദുരന്തവും. സ്കൂൾ വിട്ട് കുട്ടികൾ വീട്ടിലേക്ക് എത്തുവാൻ നിമിഷങ്ങൾ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. 9 വയസ്സുകാരി ജുവൽ സാറ തോമസ്, 11 വയസ്സുകാരൻ ശബരിനാഥ്, അമ്മ രാജിമോൾ, 11കാരി അൽഫോൻസ, 5 വയസ്സുകാരൻ രോഹിത്, ഓട്ടോറിക്ഷ ഡ്രൈവർ രാജേഷ് ഉൾപ്പെടെ 8 പേരാണ് ഒരു ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത്. വഴിയരികിൽ പത്തി വിടർത്തി നിന്ന പാമ്പിനെ കണ്ട് രാജേഷ് ഓട്ടോറിക്ഷ അതിവേഗം വെട്ടിച്ചു. പിന്നാലെ താഴെ കുഴിയിലേക്ക് പതിച്ച് അപകടം സംഭവിക്കുകയായിരുന്നു. ആ വീഴ്ചയിൽ വണ്ടിയിൽ നിന്നും തെറിച്ചു പോവുകയായിരുന്നു ആദിലക്ഷ്മിയും യദുകൃഷ്ണയും. തുടർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് യദുകൃഷ്ണയെ പാറയിടുക്കിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. സ്കൂൾ വിട്ട് ഇരുവരും മടങ്ങിയെത്തിയിരുന്ന നേരത്ത് വീടുകളിലേക്കെത്തിയ മൃതദേഹം കണ്ട് മാതാപിതാക്കളും ബന്ധുക്കളും വിങ്ങിപ്പൊട്ടുകയായിരുന്നു. അവർക്ക് ആശ്വാസമേകാൻ ഒരു നാട് മുഴുവൻ എത്തിയിട്ടും അതിനൊന്നും അവരുടെ കണ്ണീരടക്കുവാൻ കഴിഞ്ഞില്ല. പാറു എന്ന് വിളിക്കുന്ന ആദിലക്ഷ്മി വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാം പ്രിയങ്കരിയായിരുന്നു. പാറുവിൻ്റെ പ്രിയപ്പെട്ട സൈക്കിൾ നോക്കി മോളെ വേഷം മാറി വന്ന് സൈക്കിളിൽ കയറ് എന്ന് പറഞ്ഞ് വിങ്ങിപ്പൊട്ടുകയായിരുന്നു ആദിലക്ഷ്മിയുടെ അമ്മ സിജി. ആദിലക്ഷ്മിയുടെ പിതാവ് സിജിനും സഹോദരൻ അദ്വൈതും മറ്റു ബന്ധുക്കളുമെല്ലാം അരികിലുണ്ടായിരുന്നു. നെഞ്ചിലെ നോവായി മാറിയ കുരുന്നുകളുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ നാട് തന്നെ നിശ്ചലമായിരിക്കുകയാണിപ്പോൾ. ആദിലക്ഷ്മിയും യദുകൃഷ്ണയും ഓടിയെത്തിയിരുന്ന കരിമാൻതോട് ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ തടിച്ചുകൂടിയ ജനാവലി കണ്ണീരോടെയാണ് ഇരുവരുടെയും മൃതദേഹം ഏറ്റുവാങ്ങിയത്. യദുവും ആദിലക്ഷ്മിയും പഠിച്ചിരുന്ന ക്ലാസ് മുറിയിൽ പ്രത്യേകം ഒരുക്കിയ ഇടത്താണ് ഇരുവരുടെയും ചലനമറ്റ ശരീരം പൊതുദർശനത്തിനായി വച്ചത്. കൈപിടിച്ചു നടത്തിയ അധ്യാപകരും കൂട്ടുകൂടി നടന്ന സഹപാഠികളും കണ്ണീർ പുഷ്പങ്ങൾ അർപ്പിച്ച് കൂട്ടുകാരെ അവസാന ഒരു നോക്ക് കണ്ട് യാത്ര പറയുകയായിരുന്നു. വൻ ജനാവലിയുടെ അകമ്പടിയോടെ കരിമാൻതോട് ശ്രീനാരായണ പബ്ലിക് സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷമാണ് വീട്ടിലേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചത്. ചടങ്ങുകൾക്ക് ശേഷം സംസ്കരിക്കുകയായിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.